ഇതാണ് കേട്ടോ എൻ്റെ ഇരിക്കുന്ന വൈഫൈ. ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ കാണിച്ചു തരാമേ. ഇതുപോലെ ഒരു നല്ലൊരു കേബിൾ തന്നെ ഉപയോഗിക്കണേ. നല്ല ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഉള്ളത് നല്ലൊരു കേബിൾ ഉപയോഗിക്കണം. ഞാൻ ഫോണിൻ്റെ MIയുടെ ഫോണിൻ്റെ കേബിളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മാനേജിൽ പോയിട്ട് അവിടെ ഡിവൈസ് മാനേജറിൽ പോവുക. അതിൽ കോംപോർട്സ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് സീരിയൽ പോർട്ട് CH340 COM4. ഈ COM4ലാണ് നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോർട്ട് 4ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആ COM4 തന്നെ നമ്മൾ ആർഡിനോയിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ആർഡിനോ IDE ഓപ്പൺ ആക്കുക. ഈ ആർഡിനോ IDE എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഫയൽസിൽ എക്സാമ്പിൾസ് പോവുക. എക്സാമ്പിൾസിൽ കുറച്ചുകൂടി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 8266 കാണാം. അതിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 8266 വൈഫൈ എന്നുള്ള ഇതാണ്. ആ വൈഫൈയുടെ അകത്ത് വൈഫൈ സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, അതെടുക്കുക. ഇത് ഉണ്ടോ, വൈഫൈ സ്കാൻ. ഇത് നമ്മൾ ഈ സ്കെച്ച് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആദ്യം തന്നെ ഈ ടൂൾസിൽ പോയിട്ട് നമ്മൾ പോർട്ട് സെലക്ട് ചെയ്തേക്കുന്ന കറക്റ്റാണോ എന്ന് തന്നെ നോക്കണം. ഇവിടെ COM4ലാണ് സെലക്ട് ആയി കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ COM4 തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം വൈഫൈ എന്നുള്ള അതെടുക്കുക. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാം, അപ്ലോഡ് ആകുന്നതിൻ്റെ. ഇപ്പോൾ കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ബോർഡ് റേറ്റ് കൊടുത്തേക്കുന്നത് 11,5200 ആണ്. 1,15,200 ആണ് ഇവിടുത്തെ ബോർഡ് റേറ്റ്. ഈ ബോർഡ് റേറ്റ് തന്നെ നമ്മൾ ഇതിനകത്തുള്ള സീരിയൽ മോണിറ്റർ എടുക്കാൻ നേരത്ത് ആ കോമ്പോർട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ ഇതിനകത്ത് വൈഫൈയിൽ ഇപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടോ, അപ്ലോഡിങ് ഇത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡാറ്റ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സീരിയൽ പോർട്ട് ഒന്നെടുത്ത് നോക്കാം. സീരിയൽ പോർട്ട് എടുത്തു. അതിൻ്റെ അകത്ത് ബോർഡ് റേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. വൈഫൈ സ്കാൻ. കണ്ടോ, അപ്പോൾ ഇതിനകത്ത് ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു സാമ്പിൾ പ്രോഗ്രാം എടുത്ത് നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും വൈഫൈയുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോഗ്രാം കൂടി നമ്മൾ അതിനകത്തേക്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ റെഡിയാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ.